പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിൻ്റെ തലക്കെട്ട് ആ കുഞ്ഞ് ആരായിരുന്നു. ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തവ ലോകത്ത് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ചില ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. അതിൻ്റെ കാരണം വേദപുസ്തകത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു കൂട്ടർ യേശുക്രിസ്തു ജനിച്ചത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നന്മയാണ്, അത് ആഘോഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. എന്തു തന്നെ ആയിരുന്നാലും ഇന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതി നോക്കിയാൽ പലപ്പോഴും യേശുക്രിസ്തുവിന് ഇഷ്ടമല്ലാത്ത രീതിയിലാണ്. മദ്യപാനവും പാർട്ടികളും, അങ്ങനെ എന്തു വേണ്ട ഈ ലോകത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ. പക്ഷേ എങ്ങനെയാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കേണ്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. എന്തായിരുന്നാലും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വളരെ മനോഹരമായ ഒരു ക്രിസ്തുമസ് ആശംസകൾ നേരുകയാണ്. ക്രിസ്തുമസ് ആഘോഷിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്: ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നത് നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ്. പെൻ ഓഫ് ഇൻസ്പിറേഷൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് എന്തു ചെയ്തു എന്ന് നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നില്ല എങ്കിൽ ഒരു അരമണിക്കൂർ പോലും നമുക്ക് സന്തോഷമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചും, ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിച്ച് കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ള ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായ സമയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ ലോകം ഈ ഒരു കാര്യത്തെ ഓർക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു സമയം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിമിഷം തന്നെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഏറ്റവും പറ്റിയ നിമിഷങ്ങൾ ഈ ക്രിസ്മസ് രാവുകൾ തന്നെയാണ്. എന്താണ് ഈ ക്രിസ്മസ് സമയത്ത് നമ്മൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കേണ്ടുന്നത്? ആരാണ് ഈ യേശുക്രിസ്തു? നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പൊതുവായി ഈ ആഘോഷവേളയിൽ കേൾക്കുന്നത് മറിയത്തിന് ജനിച്ച പൊന്മകൻ എന്നാണ്. ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങളും കാണാൻ ഭയങ്കര രസകരമാണ്. മാർദ്ദവമുള്ള മേനിയും കണ്ണുകളുമൊക്കെ ഏതൊരു മനുഷ്യനെയും ഒരു കുഞ്ഞിനെ കുറിച്ച് ആകർഷണമുള്ളവരായിത്തീരും. ഇവിടെ മേരിയുടെ ആ കുഞ്ഞ് ആരായിരുന്നു? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മേരി എന്ന് പറയുന്ന സഹോദരിക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരു സന്ദേശം നൽകുകയാണ്. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല എന്ന് പറഞ്ഞു. ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും,
അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എത്ര മനോഹരമായ ഒരു സംഭാഷണമാണ് നമ്മൾ ഇവിടെ കണ്ടത്. മറിയ എന്ന കന്യകയായ സ്ത്രീയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നു, നിനക്ക് ഒരു മകൻ ജനിക്കും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും, ആ മകൻ വലിയവനായിത്തീരും, അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കും, ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കുമായി അവന് നൽകും എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ശിശു അസാധാരണമായ ഒരു കുഞ്ഞാണ്, ഒരു അസാധാരണ ശിശുവാണ്. മേരി ഈ വാർത്തകൾ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഒരു പുരുഷനെ കൂടാതെ എങ്ങനെയാണ് ഗർഭവതിയാകുക എന്നുള്ള ചോദ്യത്തിന് ഗബ്രിയേൽ ദൂതൻ്റെ മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്ന് വെച്ചാൽ ഈ ശിശുവിൻ്റെ ഒന്നാമത്തെ അത്ഭുതം, ഈ ശിശുവിന് ഒരു മനുഷ്യനായ പിതാവില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടതാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അടിമത്തത്തിൽ നിന്നും പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ, ഒരു വീണ്ടെടുപ്പുകാരൻ്റെ, ഒരു രക്ഷകൻ്റെ ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും പ്രവചനവും നിലനിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിശിഹ എന്ന വീണ്ടെടുപ്പുകാരന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാലസമ്പൂർണതയിൽ ഈ മിശിഹ ജനിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മകൻ ജനിക്കുന്നത് ഒരു വലിയ ആഘോഷമാകേണ്ടതാണ്. എന്നാൽ ഈ കന്യകയായ മറിയം ഗർഭിണിയായി മകനെ പ്രസവിക്കുമ്പോൾ അവനെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. യോസഫ് എന്ന തൻ്റെ പിതാവിനോടും ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇതാണ്, നീ അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുവാനുള്ള ദൗത്യം അവനുള്ളതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അതുകൊണ്ട് തന്നെ അവനെ വീണ്ടെടുപ്പുകാരൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. യേശു എന്ന വാക്ക് ജോഷുവ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ എന്നാണ്. ഇവിടെ മേരിയുടെ മകനായി ജനിച്ച ഈ കുഞ്ഞ് ലോകത്തിൻ്റെ രക്ഷകനാണ്, ലോകത്തിന് രക്ഷ നൽകുന്നവനാണ്. വേദപുസ്തകം മുഴുവൻ കാത്തിരുന്ന വീണ്ടെടുപ്പുകാരനാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന യേശു സ്വർഗത്തിൽ ത്രിത്വത്തിൻ്റെ ഭാഗമായിരുന്ന ആ വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. അവൻ നമ്മളെപ്പോലെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ എല്ലാ വിഷമതകളും അവൻ അറിയാമായിരുന്നു. മനുഷ്യർ ഇന്ന് എതിർക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളിലൂടെയും യേശുക്രിസ്തു പോയി. നോക്കൂ, ഇന്ന് ഒരു പാവപ്പെട്ടവനായി ജീവിക്കുന്നത് ഒരു കുറ്റമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. ദരിദ്രന്മാരെ അംഗീകരിക്കാത്ത ഒരു കാലമാണ്. യഹൂദന്മാരുടെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി ജനിക്കേണ്ടുന്ന ക്രിസ്തു ജനിക്കുമെന്ന് രാജാക്കന്മാർ വിചാരിച്ചത് ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ യഹൂദന്മാരുടെ രാജാവായി ജനിക്കുമെന്നാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നത് വീണ്ടെടുപ്പുകാരൻ, ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ജനിക്കുന്നത് ബെത്ലഹേമിലെ ഒരു പുൽത്തൊട്ടിയിലാണ്. ഒരു പശുക്കളെ കെട്ടുന്ന ഒരു കന്നുകാലികളുടെ കൂട്ടിലാണ്. അവിടെ യേശുക്രിസ്തു ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലോകം പാർശ്വവൽക്കരിക്കപ്പെട്ട, ലോകത്തിന് അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒരു ജനസമൂഹത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനായ രക്ഷകൻ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നു. അവൻ്റെ ഉൽപ്പത്തി ഉറവിടം ദൈവത്തിൽ നിന്ന് ആണ്. അവൻ ജനിക്കേണ്ടുന്നത് രാജവംശത്തിലാണ്.
ദാവീദിൻ്റെ കുടുംബത്തിലാണ്, ഇസ്രയേലിൻ്റെ രാജപാരമ്പര്യത്തിലാണ്. പക്ഷേ പ്രായോഗികമായി നമ്മൾ അവനെ കാണുന്നത് കാലിത്തൊഴുത്തിൽ ജനിച്ചവനായിട്ടാണ്. സമൂഹത്തിൻ്റെ എല്ലാ ശ്രേണിയിലുള്ള മനുഷ്യരെയും സ്നേഹിക്കുവാൻ, അവരോട് സമരസപ്പെടുവാൻ, അവരിൽ ഒന്നായി തിരിച്ചറിയുവാൻ, ഞാൻ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ, ലോകം യേശുക്രിസ്തുവിനെ കാത്തിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരാഘോഷം നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്നതും ഇത് മാത്രമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ കുബേരനോ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി കർത്താവായ യേശുക്രിസ്തു, അവൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജനിച്ചു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അത് വലിയ സന്തോഷ വാർത്തയായിരുന്നു. ആ വാർത്ത പ്രകൃതിയും പ്രപഞ്ചവും ഏറ്റുപാടി എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. അന്ന് കിഴക്കുള്ള 3 കാലി മേയ്ക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഒരു നക്ഷത്രം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ദൂതന്മാർ അവർക്ക് മുമ്പിൽ പാടുകയുണ്ടായി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ലോകത്തിൻ്റെ രക്ഷകനായി കാത്തിരിക്കുന്ന മിശിഹ ഇന്ന് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത പകർന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്വാൻമാർ, ഇവർ യേശു ജനിച്ചത് കാണാൻ വേണ്ടി ബെത്ലഹേമിലേക്ക് യാത്രയാകുന്നു. നോക്കൂ, ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള മനുഷ്യർക്ക് ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പാണ്. യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം. യേശു വന്നത് നമ്മുടെ പാപത്തിന് പകരമായിട്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവരോട് പറഞ്ഞു, നീ എല്ലാത്തിനെയും മേയിച്ച് ഇവിടെ കഴിയണം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ പാപത്തിൽ നിന്ന് നശിച്ചു പോയ മനുഷ്യരെ, നിത്യമരണത്തിലേക്ക് വിധേയരായിപ്പോയ ഈ മനുഷ്യരെ രക്ഷിക്കാമെന്ന് യേശു സ്വയം പറയുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കാനാണ്, എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ്. എൻ്റെയും നിങ്ങളുടെയും സങ്കടത്തിലും സന്താപത്തിലും വിഷമതയിലും നമുക്കൊപ്പമിരിക്കുന്ന കർത്താവ്, നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി കാൽവരി ക്രൂശിൽ. നോക്കൂ, എന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ദൈവം, എന്നെ ഇത്ര മാത്രം കരുതുന്ന ദൈവം, എനിക്ക് കിട്ടുന്ന ശിക്ഷയെ സ്വയം ഏറ്റുവാങ്ങി, ഞാൻ അനുഭവിക്കേണ്ടുന്ന യാതനകളെ ഏറ്റുവാങ്ങുന്ന ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. ആഘോഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ യാത്രകൾക്കപ്പുറം നമ്മൾ ഈ ക്രിസ്മസിൽ കാണേണ്ടുന്നത്, എന്നെ രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. അതിന് ഏത് കാലത്തും ഏതു നിമിഷത്തിലും ഈ രക്ഷകൻ നമുക്ക് വേണ്ടി ജനിക്കണം. ഈ ക്രിസ്മസ് സീസണിൽ മാത്രമല്ല, ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്തത് സാത്താനെ തോൽപ്പിക്കുകയാണ്. കാരണം ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളെ തെറ്റിലേക്ക് നയിച്ച്, പാപത്തിലേക്ക് നയിച്ച്, നിത്യരക്ഷയുടെയും നിത്യസന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞ, ഇന്നും നമ്മളെ ഓരോരുത്തരെയും ആകർഷിച്ച് മോഹിപ്പിച്ച് പരീക്ഷിച്ച് ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന പിശാചിനെ എന്നേക്കും ഇല്ലാതാക്കാനാണ് കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ
പരീക്ഷിക്കപ്പെട്ടു സാത്താനാൽ. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം തടയാൻ വേണ്ടിയിട്ടാണ്. വചനത്താൽ കർത്താവായ യേശുക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചു അവിടെ വെച്ച്. കഴിയുമെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞതിലൂടെ കൂടെ കർത്താവിൻ്റെ ദൗത്യത്തെ ഇല്ലാതാക്കാമെന്ന് പിശാച് വിചാരിച്ചു. പക്ഷേ പിശാചിന് കഴിഞ്ഞില്ല. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒടുവിൽ സാത്താനെ എന്നെ വിട്ടു പോകൂ എന്ന് പറഞ്ഞു. കാൽവരി ക്രൂശിലെ മരണത്തെ തടയുവാൻ പിശാച് എല്ലാ വഴികളും നോക്കിയിട്ടും കർത്താവായ യേശുക്രിസ്തു അതിനെ നിരാകരിച്ചു. അവൻ പറഞ്ഞു, ഈ പാനപാത്രം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. കഴിയുമെങ്കിൽ കർത്താവേ, പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുമ്പോഴും ഉടനെ യേശു ആ ദൗത്യത്തെക്കുറിച്ചോർത്തു പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. നോക്കൂ, ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തു പുൽത്തൊട്ടിയിൽ ജനിച്ചു എന്നതിനേക്കാൾ അപ്പുറം യേശു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ആഘോഷത്തിൻ്റെ കാരണമാകേണ്ടുന്നത്. നമ്മൾ ആഘോഷിക്കേണ്ടുന്നത്, നമ്മൾ സന്തോഷിക്കേണ്ടുന്നത്, നമ്മൾ അഭിമാനിക്കേണ്ടുന്നത് ശത്രുവായ സാത്താനെ കാൽവരി മരണത്തിൽ കർത്താവ് തോൽപ്പിച്ചു. അവൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവ്യ മഹത്വം, ദിവ്യ സ്വഭാവം നമുക്ക് തിരിച്ചു നൽകാൻ വേണ്ടി. നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ, ഇവൻ തെറ്റു ചെയ്തിട്ടില്ല, എൻ്റെ രക്തം കൊണ്ട് ഞാൻ ഇവനെ വിലയ്ക്ക് വാങ്ങിയതാണ്, ഇവൻ എൻ്റെ മകനാണ്, ഇവന് നിത്യസന്തോഷവും നിത്യരക്ഷയും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പിതാവിനോട് അവകാശപ്പെടുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ യേശു എൻ്റെ രക്ഷകനാണ്, ഈ യേശു എൻ്റെ ദൈവമാണ്, അവൻ നമ്മളെ വീണ്ടെടുക്കാൻ വന്ന ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കുറേ ഇറച്ചിയും ഭക്ഷണവും കഴിക്കുന്നതും മദ്യപിക്കുന്നതും നൃത്തം ചവിട്ടുന്നതും എന്തൊക്കെയോ ദാനം കൊടുക്കുന്നതും മാത്രമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ വെറുമൊരു ആഹ്ലാദ തിമിർപ്പ് മാത്രമായി തീരും. പകരം എൻ്റെ രക്ഷയ്ക്കു വേണ്ടി സ്വയം ത്യാഗം ചെയ്യാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ ഈ നിമിഷം ഞാൻ എൻ്റെ രക്ഷകനായി കാണുന്നു, അവനെ എൻ്റെ ദൈവമായി കാണുന്നു. എൻ്റെ ജീവിതം ഞാൻ അവനു വേണ്ടി സമർപ്പിക്കുന്നു. എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ദൈവത്തിനെ ഞാൻ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനത്തെ ഓർത്ത് സ്വർഗവും സന്തോഷിക്കും. സ്വർഗവും ഭൂമിയും കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കാൻ കാരണമായെങ്കിൽ ഈ ക്രിസ്മസ് നമുക്ക് മാത്രമല്ല, സ്വർഗത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പോലും ആഘോഷിക്കാൻ കഴിയുന്ന രക്ഷയുടെ അനുഭവമായി തീരണം. അതുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ അല്ലെങ്കിൽ ബത്ലഹേമിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു കന്നുകാലിക്കൂട്ടിൽ ഒരു അപരിചിതമായ വഴിപോക്കരായ മറിയയുടെയും യോസഫിൻ്റെയും മകനായി പിറന്ന യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ രാജാവായി മാറുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി മാറുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരനായി തീരുന്നു. ആ യേശുവിനെ സ്വീകരിക്കുന്നതും അംഗീകരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിന് സാധാരണയായിട്ട് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ആ സമ്മാനങ്ങൾ നമുക്ക് നൽകുമ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കുമ്പോൾ നമുക്കൊരു വലിയ സമ്മാനം കൊടുക്കുവാനുണ്ടാകണം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട്, നമ്മളെ കാണുന്നവരോട്, നമ്മളെ കേൾക്കുന്നവരോട്, നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമുക്കൊരു വലിയ ഗിഫ്റ്റ് കൊടുക്കണം. ഏതാണ് ആ ഗിഫ്റ്റ് എന്നറിയാമോ? പിതാവായ ദൈവം
നമ്മൾ പാപത്തിൽ നഷ്ടപ്പെട്ടു പോകാണ്ടിരുന്നപ്പോൾ നിത്യമരണത്താൽ ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എനിക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന ഒരു സമ്മാനമുണ്ട്. ആ മേരിയുടെ മകനായി ജനിച്ച ആ കുഞ്ഞാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, മിശിഹ, ദൈവം, വരാനിരിക്കുന്ന ദൈവം, രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവം. ആ ദൈവം ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷകനായ യേശുവിനെ അനുഭവിച്ചറിയുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ, ഈ ക്രിസ്മസിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം നിങ്ങൾ അനുഭവിച്ച ഈ യേശുവിനെ തന്നെ മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കണം. കാരണം അവർ വിചാരിക്കുന്നത് പുൽത്തൊട്ടിലിൽ ജനിച്ച ഒരു കുഞ്ഞിനെക്കുറിച്ച് മാത്രമാണ്. നമ്മളിന്ന് പറയേണ്ടുന്നത് അതല്ല. പ്രിയ സ്നേഹിത, നിങ്ങൾക്കു വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഈ കുഞ്ഞ് എൻ്റെ രക്ഷകനാണ്. അവൻ നിൻ്റെയും രക്ഷകനായി തീരാൻ പറ്റും. നിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരാൻ, നിൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ, നിന്നെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ, നിനക്ക് നിത്യജീവൻ നൽകാൻ, ഈ ഭൂമിയിൽ നമുക്കുള്ള സകല കഷ്ടതകളും രോഗവും മരണവും ദുരിതവും എല്ലാം മാറ്റി ഇതൊന്നുമില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ ഒരു നിത്യരാജ്യത്തിലേക്ക് എന്നും നമ്മളെ ജീവിപ്പിക്കാൻ കഴിയുന്ന രക്ഷകനാണ് യേശു. രക്ഷകനാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിനക്ക് സമ്മാനമായി പരിചയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ എനിക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ക്രിസ്മസ് സമ്മാനം എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഒരിക്കലും കേവലം ഒരു ആഘോഷത്തിൻ്റെ പേരിലല്ല, കച്ചവട സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള അവസരമായിട്ടല്ല. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനും, ആ സ്നേഹത്തെ അംഗീകരിക്കാനും, ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ, സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാകണം ഈ ക്രിസ്മസ് രാവുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉദ്ദീപിപ്പിക്കേണ്ടുന്നത്, ആഘോഷത്തിൻ്റെ കാരണമായി തീരേണ്ടത്. അത് നമ്മുടെ നിത്യജീവൻ്റെ സന്തോഷമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ലോകമെന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെയല്ല ഞാൻ ഇന്ന് ക്രിസ്മസിനെ തിരിച്ചറിയുന്നത്. അങ്ങൻ്റെ രക്ഷകനായിട്ടാണ് പിറന്നത്, അങ്ങനെ വീണ്ടെടുക്കുവാനായിട്ടാണ് വന്നത്. എനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീരുന്നത്. അങ്ങനെയൊരു ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ കന്യകാമറിയത്തിലൂടെ മകനായി ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഇതൊരു കേവല ആഘോഷമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഉത്സവമാണ്. ഞാനിന്ന് അങ്ങയെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, എന്നും എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ അങ്ങ് ജനിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല, ഈ ലോകവും മാത്രമല്ല, സ്വർഗം കൂടി ആഘോഷിക്കുന്ന രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളായി തീരാൻ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുണ്ടെങ്കിൽ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.